തയ്യാറാക്കുന്നത് ഒരു ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറഞ്ഞ നമ്പർ ഓഫ് ഫ്രൂട്ട്സാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 6 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വാനില കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡർ തന്നെ മേടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്തൊരു വാനില ഫ്ലേവറും കൂടി വരും. ഇനി ഈ പാലിലേക്ക് ഈ കസ്റ്റാർഡ് പൗഡർ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി ഒരു പാനിലേക്ക് ഞാൻ 1/2 ലിറ്റർ അളവിൽ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ പാലൊന്ന് ചൂടായിട്ട് വരട്ടെ. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവും നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമ്മളുടെ പാല് തിളച്ച് വരുന്ന സമയത്ത് നല്ല ചൂടായി തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, പാലും കസ്റ്റാർഡ് പൗഡറും കൂടെ മിക്സ് ചെയ്തത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ അത് അടിയിൽ കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് കുറുകി വരുന്നത് വരെ വെക്കണം. അതിനുശേഷം അതൊന്ന് റൂം ടെമ്പറേച്ചറിലാവുന്നത് വരെ തണുപ്പിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്കതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. അത് കുറച്ചൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാനതൊന്ന് കവർ ചെയ്ത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എപ്പോഴാണോ അത് ഉപയോഗിക്കേണ്ടത് നന്നായിട്ട് തണുത്തതിന് ശേഷം അതെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ആപ്പിൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ബനാന അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മാങ്ങ അരിഞ്ഞതാണ്. ഒരു മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഡേറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറച്ച് പോർഷനും കൂടി ചേർക്കുന്നുണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് വെള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ ചേർക്കുമ്പോൾ ചുവന്ന ഡ്രാഗൺ ഫ്രൂട്ടൊന്നും ചേർക്കരുത്, കാരണം അതിൻ്റെ കളർ ഇതുമായിട്ട് നന്നായിട്ട് മിക്സായി പോകും. ഇനി കുറച്ച് പോമഗ്രനേറ്റും കൂടി വേണമായിരുന്നു. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾക്കിതിലേക്ക് ആഡ് ചെയ്യാമേ. Thank you for watching.